നമസ്കാരം. കറണ്ട് അഫയേഴ്സ് 365ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റേസിൻ്റെ 2024ലെയും 2023ലെയും സകല വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം 2024ലെ ഗ്രാൻഡ് പ്രിക്സ്, അതായത് ഫോർമുല 1 കാർ റേസൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ചാമ്പ്യൻ ആരാണെന്നൊക്കെ ഈ അടുത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. സോ നമ്മളിതിലിപ്പോൾ നോക്കാൻ പോകുന്നത് 2023, 2024 എങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട്, അതായത് ഓരോ ഗ്രാൻഡ് പ്രിക്സ് മൊത്തം 22 ഉണ്ട്. ആ 22 നേടിയ ആൾക്കാരൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നു 2024 ഫോർമുല 1 ചാമ്പ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ഓർത്തിരിക്കുക, മാക്സ് വെർസ്റ്റപ്പൻ ആണെന്ന് നോക്കുക. ഇനി മാക്സ് വെർസ്റ്റപ്പൻ ജയിച്ച ഗ്രാൻഡ് പ്രിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു മൊത്തം 22 ഗ്രാൻഡ് പ്രിക്സ് ഉണ്ട്. ഓക്കെ, അതിൽ 8 മാക്സ് വെർസ്റ്റപ്പനാണ് നേടിയത് നോക്കുക. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിൽ വെച്ച് നടന്നതാണ്. 1 ബഹ്റൈൻ, 2 സൗദി, 3 ജപ്പാൻ, പിന്നെ ചൈന, പിന്നെ റൊമാനിയ, അതേപോലെ തന്നെ കാനഡ, സ്പെയിൻ, ബ്രസീൽ. സോ ഇങ്ങനെ ഈ 8 ഈ നമ്മുടെ മാക്സ് വെർസ്റ്റപ്പൻ ജയിച്ച ഗ്രാൻഡ് പ്രിക്സ് നോക്കുക. ഈ ആസ്ട്രിക്സ് ഇട്ടത് ഇത് പ്രധാനം എന്താണെന്ന് നോക്കുക. കാരണം ഈ ചൈനയും അതേപോലെ തന്നെ എമീലിയ റൊമാഗ്നയും കഴിഞ്ഞ കൊല്ലത്തെ 2023 ഗ്രാൻഡ് പ്രിക്സിൽ ഉൾപ്പെട്ട ഗ്രാൻഡ് പ്രിക്സ് അല്ലായിരുന്നു. സോ അതിന് പകരമായിട്ട്, അതായത് വേറെ 2 ഉണ്ടായിരുന്നു. അതായത് സൗദിയും അതേപോലത്തെ സൗദി അല്ല, അബുദാബിയും അങ്ങനെ 2 ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് വന്നതാണ് ഈ ചൈനയും റൊമാഗ്നയും. സോ ഇത് ഇങ്ങനെ ഓരോ കൊല്ലം. സോ ഈ 2 പ്രത്യേകിച്ചൊന്ന് നോക്കണം. 1 ചൈനയും, 2 എമിലിയ റൊമാഗ്ന. അതാരാന്ന് ചോദിച്ചാൽ മാക്സ് വെർസ്റ്റപ്പനാണ്. ഈ മാക്സ് വെർസ്റ്റപ്പൻ റെഡ് ബുളിൻ്റെ താരാണെന്നും കൂടി നോക്കുക. അതേപോലെ തന്നെ നേടിയതാണ് ലൂയിസ് ഹാമിൽട്ടൺ. അദ്ദേഹം മെഴ്സഡസിൻ്റെ താരാണ്. അദ്ദേഹം മാത്രമല്ല, ഈ ജോർജ് റസലും മെഴ്സഡസിൻ്റെ താരാണ്. ഈ ലൂയിസ് ഹാമിൽട്ടൺ നേടിയതാണ് ഗ്രേറ്റ് ബ്രിട്ടനും അതുപോലെ തന്നെ ബെൽജിയം ഗ്രാൻഡ് പ്രിക്സും. ഇനി ഓസ്ട്രിയ അതുപോലെ തന്നെ ലാസ് വേഗസ് നേടിയത് ജോർജ് റസലാണെന്ന് നോക്കുക. അടുത്ത ടീമാണ് മക്ലറൻ മെഴ്സഡസ്. ഇതിലെ 2 പേരാണ്, രണ്ടും ഒരേ ടീമിലെ അംഗങ്ങളാണ്. 1 ലാൻഡോ നോറിസ്, 2 ഓസ്കാർ പിയാസ്ട്രി. ലാൻഡോ നോറിസ് നേടിയതാണ് മയാമി, നെതർലാൻഡ്, സിംഗപ്പൂർ. ഇനി ഓസ്കാർ പിയാസ്ട്രി നേടിയതോ ഹംഗറി, അസർബൈജാൻ. അടുത്ത ടീമാണ് ഫെറാറി. ഓക്കെ, അതിൽ കാർലോസ് സെയിൻസും ഉണ്ട്, ചാൾസ് ലെക്ലർക്കും ഉണ്ട്. കാർലോസ് സെയിൻസ് നേടിയതാണ് ഓസ്ട്രേലിയ, മെക്സിക്കോ. ചാൾസ് നേടിയതാണ് മൊണാക്കോ, ഇറ്റലി, US. സോ ഇത്രയും ഇത് നിങ്ങൾ നോക്കി വെക്കുക. ഈ മൊത്തം 4 ടീം: റെഡ് ബുള്ള്, മെഴ്സഡസ്, മക്ലറൻ മെഴ്സഡസ്, പിന്നെ ഫെറാറി. ഇതാണ് 2024. ഇനി 2023 നമുക്ക് ആകെ കൂടി 2 പേരെ നോക്കി വെച്ചാൽ മതി. 1 സെർജിയോ പെരസാണ്, അദ്ദേഹം സൗദി അതേപോലെ തന്നെ അസർബൈജാൻ. ഈ 2 ഇയാൾ നേടിയത്. പിന്നെ കാർലോസ് സെയിൻസ്, അദ്ദേഹം സിംഗപ്പൂർ മാത്രമേ നേടിയിട്ടുള്ളൂ. ബാക്കി 19 നേടിയത് ആരാന്ന് ചോദിച്ചാൽ അത് മാക്സ് വെർസ്റ്റപ്പൻ ആണെന്ന് നോക്കിയാൽ മതി. സോ പ്രധാനപ്പെട്ട 2023 നോക്കേണ്ടത് 1 സെർജിയോ പെരസും, 2 കാർലോസ് സെയിൻസും. അദ്ദേഹം നേടിയ ഈ സൗദിയും അസർബൈജാനും നോക്കുക, സിംഗപ്പൂരും ഓർത്തിരിക്കാം. പിന്നെ ബാക്കി 19 ആരാണ് നേടിയെന്ന് ചോദിച്ചാൽ മാക്സ് വെർസ്റ്റപ്പൻ ആണ്. അതിൽ പ്രധാനപ്പെട്ട നോക്കേണ്ടതാണ് 1 ഖത്തർ, അതുപോലെ തന്നെ അബുദാബി. ഞാൻ പറഞ്ഞിരുന്നു ചൈനയും എമിലിയ റൊമാഗ്നയായിരുന്നു 2024 ഗ്രാൻഡ് പ്രിക്സിൽ വന്നത്. പക്ഷെങ്കിൽ ഈ ഖത്തറും അബുദാബിയും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല 2024. സോ ഇത് 2023 മാത്രം ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഈ ഖത്തറും അബുദാബിയും ഒന്ന് നോക്കി വെക്കാൻ പറഞ്ഞത്. ഇതിന് പകരമായിട്ടാണ് ഈ ചൈനയും എമിലിയ റൊമാഗ്നയും വന്നതെന്ന് നോക്കുക. ഇനി ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്ന ഇടതുവശത്ത് കാണുന്നതാണ് നമ്മുടെ മാക്സ് വെർസ്റ്റപ്പൻ കൂടെ തന്നിട്ടുണ്ട്. അദ്ദേഹം നെതർലാൻഡുകാരനാണെന്ന് നോക്കുക. പിന്നെ റെഡ് ബുളിൻ്റെ താരാണെന്ന് കൂടി നോക്കാം. പിന്നെ അടുത്ത ഈ വലതുവശത്ത് കാണുന്നതാണ് ലൂയിസ് ഹാമിൽട്ടൺ. അദ്ദേഹം 44ാം റാങ്ക് ഉണ്ട് ഇപ്പോൾ. ഏത് ടീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഴ്സഡസ് ആണ്, UK കാരനാണെന്ന് കൂടി നോക്കാം. പിന്നെ താഴത്തുള്ളതാണ് ജോർജ് റസൽ, അദ്ദേഹം മെഴ്സഡസ് താരാണ്, UK കാരനാണെന്ന് കൂടി നോക്കാം. അടുത്താണ് ഫെറാറിൻ്റെ ഈ ചിഹ്നമൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഈ ഫെറാറിൻ്റെ താരാണ് 1 കാർലോസ് സെയിൻസ്, അദ്ദേഹം സ്പെയിൻകാരനാണെന്ന് നോക്കുക. പിന്നെ ഒരാളാണ് ചാൾസ് ലെക്ലർക്ക്, അദ്ദേഹം മൊണാക്കോക്കാരനാണെന്ന് നോക്കുക. പിന്നെ ലാൻഡോ നോറിസ്, അതായത് മക്ലറൻ എന്ന് പറയുന്ന ടീമിൻ്റെ താരാണ് ലാൻഡോ നോറിസ്, അദ്ദേഹം UK കാരനാണെന്ന് നോക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു താരാണ് ഓസ്കാർ പിയാസ്ട്രി, അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണെന്ന് കൂടി നോക്കുക. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഗ്രാൻഡ് പ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട നിങ്ങൾ ഈ 2024 നോക്കുക, 2023 പ്രധാനപ്പെട്ട ഈ 2 ടീമിൻ്റെയും കൂടി നോക്കുക. പിന്നെ ഈ നേടിയ താരങ്ങൾ ഏത് രാജ്യക്കാരനാണെന്ന് കൂടി ഒന്ന് നോക്കി നോക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.
പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.